ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങും മുമ്പ് ലഭിച്ചിരിക്കുന്ന ഒരു വമ്പൻ വിജയം തന്നെയാണ്. വമ്പൻ വിജയമെന്ന് പറയാൻ കാരണം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാതെ 10 സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അരുണാചൽ പ്രദേശിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഏപ്രിൽ 19 അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 60 അംഗ നിയമസഭയാണ്. അതിൽ 10 സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞപ്പോൾ 10 സ്ഥാനത്തേക്ക് ബി.ജെ.പിക്ക് എതിരാളികളില്ല. ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പവൻ കുമാർ സെയിൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ പ്രധാനി മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണ്. ഈ പേമ ഖണ്ഡു മത്സരിച്ച മണ്ഡലം, അതായത് തവാങ് ജില്ലയിലെ മുക്തോ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. അവിടെ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും, കോൺഗ്രസിൻ്റേതെന്നല്ല, ഒരു സ്ഥാനാർത്ഥി പോലും അവിടെ പത്രിക നൽകിയില്ല എന്നുള്ളതും ഒരു ചരിത്രം തന്നെയാണ്. ആകെ കോൺഗ്രസിൻ്റെ ഒരു പത്രിക നൽകിയ സ്ഥാനാർത്ഥി ബയോംസോ ക്രി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. ചൗന മണ്ഡലത്തിലാണ് അദ്ദേഹം പത്രിക നൽകിയത്. പക്ഷേ ഈ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം പത്രിക പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൗനാമേയ തുടങ്ങി 10ഓളം പേർ എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് 10 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ പേമ ഖണ്ഡു മത്സരിക്കുന്ന മുക്തോ മണ്ഡലത്തിൽ ഒരാൾ പോലും നാമനിർദ്ദേശ പത്രിക നൽകി. ഇതൊരു വമ്പൻ വിജയം, ഒരു ചരിത്ര വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ബി.ജെ.പിക്ക് ഇനി ഭരിക്കാൻ കേവലം 21 സീറ്റ് കൂടി മാത്രമാണ് അരുണാചൽ പ്രദേശിൽ വേണ്ടത്. കാരണം 60 അംഗ നിയമസഭയിൽ 10 സീറ്റ് നിലവിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് കേവലം 50 സീറ്റാണ്. 31 സീറ്റ് കിട്ടിയാൽ ഭരിക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.